വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നോക്കി. അതിലും വളരെ സിമ്പിളാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ. സോ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് എന്നാൽ മാറുന്നത്, അപ്പോൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ അക്കൗണ്ടുകൾ വരയ്ക്കാൻ പറ്റില്ല. അവിടെ ഒരൊറ്റ അക്കൗണ്ട് ഉള്ളൂ, അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. സോ നമുക്ക് ആ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു നോക്കാം. സോന ആൻഡ് ജെറിൻ പാർട്ട്നേഴ്സ് ആണ്. 1 ജാനുവരിയിൽ അവർ 50,000 അതുപോലെ തന്നെ 25,000 ക്യാപിറ്റൽ കൊണ്ടുവന്നു. ഒറ്റ അക്കൗണ്ടുള്ളൂ, സോ ഒന്നും ചിന്തിക്കാനില്ല. നമ്മൾ എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എടുക്കാം. അതിൻ്റെ ക്യാപിറ്റൽ കൊണ്ടുവന്നതായതുകൊണ്ട് ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 50,000 25,000 ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ കിട്ടുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. പാർട്ട്നേഴ്സിൽ നിന്ന് കുറയുന്നതെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിലും എഴുതണം. അങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ബാക്കി അവർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് 2:1 ഷെയർ ചെയ്യുന്നത്. ഓക്കെ ആയിക്കോട്ടെ. സോന വാസ് എൻടൈറ്റിൽ ടു എ സാലറി ഓഫ് 2,000 പെർ മന്ത്. സോനയ്ക്ക് സാലറി കിട്ടാനുണ്ട്. മാസം 2,000 വെച്ച്, അപ്പോൾ 12 മാസം ആകുമ്പോൾ 2,000 × 12 24,000 രൂപ സോനയ്ക്ക് സാലറി കിട്ടുന്നുണ്ട്. അപ്പോൾ കിട്ടുന്നത് നമ്മൾ എവിടെ എഴുതേണ്ടത്? ഈ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ബൈ സാലറി സോനയ്ക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് 24,000 സോനയുടെ അക്കൗണ്ടിൽ മാത്രം നമ്മൾ എഴുതി. ഓക്കെ, ഇനി പിന്നെ എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? പാർട്ട്നേഴ്സ് ആർ എൻടൈറ്റിൽഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5%. അവർ കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റലിൻ്റെ 5% ഇൻട്രസ്റ്റ് അവർക്ക് കിട്ടും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് 5,000 × 5/100 ചെയ്യുമ്പോൾ 2,500. 25,000 × 5/100 ചെയ്യുമ്പോൾ 1,250 എന്ത് വരുന്നത്? അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണ്? കിട്ടുന്നതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2,500 1,250 അതും നമ്മൾ എഴുതി. ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഡ്രോയിങ്സ് ഉണ്ട്. 9,000 6,000 വെച്ചിട്ട് സോനയും ജെറിനും വിഡ്രോ ചെയ്തിട്ടുണ്ട്. വിഡ്രോ ചെയ്താൽ അവരുടെ അക്കൗണ്ടിന് കുറയുന്നതല്ലേ? കുറയുന്നതായതുകൊണ്ട് ടു ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി 9,000 6,000. പിന്നെ വേറെന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ പ്രോഫിറ്റ് 15,000 ആണ്. അത് ഏത് റേഷ്യോയിൽ അവർ വീതിക്കുന്നത്? 2:1. 2:1 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 2 + 1 ചെയ്യുക, അപ്പോൾ 3 അല്ലേ വരുന്നത്? ആ 3ന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ താഴെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടോ, നമുക്ക് 2/3 1/3 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ 15,000 × 2/3 ആണ് സോനയുടേത്. അതായത് 10,000 രൂപയാണ് സോനയ്ക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. അതുപോലെ തന്നെ 15,000 × 1/3 5,000 റുപ്പീസാണ് ജെറിന് കിട്ടുന്ന പ്രോഫിറ്റ്. പ്രോഫിറ്റ് കിട്ടുന്നതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എഴുതണം കേട്ടോ. 10,000 5,000 ഇത്രയേ ഉള്ളൂ. നമ്മൾ എല്ലാ കാര്യങ്ങളും എഴുതി കഴിഞ്ഞു. ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും നമ്മളിനി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് ജസ്റ്റ് ബാലൻസ് ചെയ്താൽ മതി. ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതലും. സോനയുടെ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 86,500 കിട്ടുക. അത് നമ്മൾ 2 സൈഡിലും എഴുതി. ആ 86,500 നിന്ന് 9,000 കുറച്ചപ്പോൾ 77,500 നമുക്ക് കിട്ടി. അതിന് നമ്മൾ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതി. അതുപോലെ ജെറിൻ്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 31,250 കിട്ടുന്നത്. സോ അത് 2 സൈഡിലും എഴുതി. അതിൽ നിന്ന് 6,000 നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 25,250 കിട്ടി. ഓക്കെ, അതും ബാലൻസ് ക്യാരി ഡൗൺ ആണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ പ്രോബ്ലം ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.